ഒറ്റയ്ക്കാണ് വന്നത്. എനിക്ക് തോന്നുന്നു 12-13 ദിവസം കൊണ്ട് തന്നെ എന്റെ മദാശ് വന്നു. അധികം വൈകാണ്ട് തന്നെ വിസയും ജോബ് ഓർഡറെല്ലാം വന്ന് ഞാൻ ഇവിടെ തിരിച്ചെത്തി. ഇവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ഒന്നാമത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും രാധാകൃഷ്ണൻ തുടങ്ങി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി എന്റെ ബാച്ചിലെ പിള്ളേർ, എന്റെ ബാച്ചിലെ എന്റെ കൂട്ടുകാരും ഇവിടെ വന്നപ്പോൾ തുടങ്ങി അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പിന്നെ വൈഗ മാമിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് കന്നഡസ് ഗ്രൂപ്പിലായിരുന്നു. അവിടെ ഞാൻ ഡ്രോപ്പായി പോയ ഒരാളാണ്. അവിടെ നിന്ന് ഇവിടെ എന്റെ പേര് കൊടുക്കുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് രഞ്ജു മാം എന്നെ ഇന്റർവ്യൂ വിളിച്ചത്. രഞ്ജു മാം വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ പേര് വൈഗ മാമോട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങി എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിന്നത് വൈഗ മാം ഉണ്ട്. പിന്നെ എന്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞാൻ നിൽക്കുന്നത്. പിന്നെ എന്താ പറയാ, ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്നാലും ഞാൻ ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരുന്നു. അവരിന്ന് ചോദിക്കുമെന്ന് എന്തൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. ബാബ്ര മാമായിരുന്നു എന്നെ ഇന്റർവ്യൂ ചെയ്തത്. അധികമൊന്നും എന്നോട് ചോദിച്ചില്ല. എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്റെ ജോബ് ഓർഡറുമായി ബന്ധപ്പെട്ട്, പിന്നെ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. ആസ്മ എന്നോട് ചോദിച്ചത് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പെട്ടെന്ന് ബ്ലോക്കേജ് ഓഫ് ദി എയർവേന്ന് എപ്പോഴോ കേട്ടത് എന്റെ മൈൻഡിലേക്ക് വന്നതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കഴിഞ്ഞ് നാളെ ഞാൻ പോവാണ്. 2 ആഴ്ച കൂടുതലായി മക്കൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടെൻഷനായിരുന്നു. മെഡിക്കൽ കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ഇങ്ങനെ ഇവിടെ നിന്നിട്ട് പിന്നെ പറയാനൊന്നുമില്ല. അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി.